തലസ്ഥാനത്ത് ഞെട്ടിച്ച കൊലപാതകമായിരുന്നു വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസ്. 74 വയസ്സുള്ള സ്ത്രീയെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം മൃതദേഹം പുരപ്പുറത്ത് ഒളിപ്പിച്ച ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. കേസിൽ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞു. 3 പ്രതികൾക്ക് വധശിക്ഷ ലഭിച്ചു. കേരള പോലീസിന്റെ അന്വേഷണ മികവിനുള്ള അംഗീകാരമായിരുന്നു ഈ ശിക്ഷാവിധി. 2022 ജനുവരി 14 രാവിലെ 9 മണി. ശാന്തകുമാരിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർ ചെയ്യാൻ അയൽ വീട്ടിൽ വാടകക്കാരായി വന്ന കോവളം സ്വദേശി ഷെഫീഖ ബീവി, മകൻ ഷെഫീഖ്, പാലക്കാട് സ്വദേശിയായുള്ള അല്ലമീൻ എന്നിവർ ഗൂഢാലോചന നടത്തുന്നു. ഇതിനായി വാടക വീട് ഒഴിയുന്ന ദിവസം ശാന്തകുമാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. കുടുംബ വീട്ടിലെ ആൽത്തറയിൽ സ്ഥിരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ശാന്തകുമാരി ഒരുപാട് ആഭരണങ്ങൾ ധരിച്ചിരുന്നു. ഈ വാടക വീട് ഒഴിയുന്നതിന് മുമ്പേ തന്നെ പ്രതികൾ 3 വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും പാലക്കാട്ടുള്ള അല്ലമ്മിൻ്റെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. കൊലപാതക ദിവസം ഉച്ചയ്ക്ക് ശാന്തകുമാരി വീട്ടിലെത്തിയപ്പോൾ കഴുത്തിൽ തുണി കൊണ്ട് മുറുക്കി തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹത്തിൽ നിന്നും ലക്ഷ്മി ദേവിയുടെ ലോക്കറ്റുള്ള സ്വർണ്ണമാലയും 2 കൈകളിലെ വളകളും കമ്മലുകളും പ്രതികൾ കവർന്നെടുത്തു. മൃതദേഹം തട്ടിൻപുറത്ത് ഒളിപ്പിച്ചു വച്ചു. അന്നേ ദിവസം തന്നെ വിഴിഞ്ഞത്ത് ജുവല്ലറിയിൽ കൊണ്ടുപോയി കുറച്ച് സ്വർണം വിറ്റു. ആ പണം കൊണ്ട് തിരുവനന്തപുരം പവർ ഹൗസ് റോഡിൽ ഒരു ഹോട്ടലിൽ AC മുറിയെടുത്ത് താമസിച്ചു. അന്നേ ദിവസം രാത്രി തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂർ പോകുന്ന ബസ്സിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ വിഴിഞ്ഞം പോലീസ് കഴക്കൂട്ടത്ത് വെച്ച് പിടികൂടുന്നു. CCTV ദൃശ്യങ്ങൾ ഈ കേസിൽ നിർണായക തെളിവുകളായി. കവർന്നെടുത്ത സ്വർണം വിഴിഞ്ഞത്തെ ജ്വല്ലറിയിൽ നിന്നും പ്രതികളുടെ പക്കലിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. മൂവർക്കും അർഹിച്ച ശിക്ഷയാണ് ഇന്ന് നെയ്യാറ്റിങ്കര കോടതിയിൽ നിന്ന് വന്നത്. അതിന് കാരണം 2021 14-കാരിയെ സമാനമായി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചതും ഇതേ പ്രതികളാണ്. ഈ കേസിൽ ഇപ്പോൾ സാക്ഷി വിസ്താരം നടക്കുകയാണ്. മാത്രമല്ല, ഈ കേസിലെ 3-ാം പ്രതി ഷെഫീഖ് മൈനറായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകർക്കും വധശിക്ഷയോട് വിയോജിപ്പുണ്ടാകും. പക്ഷേ ഇത്തരം നിർദ്ദയമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആളുകളെ പിന്നെ എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. ജോസഫ് ചോദിക്കുന്നൊരു കുട കിട്ടാനുണ്ടോ? 24 കുടയ്ക്ക് വലിയ ക്ഷാമമാണ്.